ഡോക്ടർ ശേഖർ, ഒരു വലിയ ദുരന്തം ആണ്. നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഇത്. ലോകത്തെവിടെയാണെങ്കിലും നമുക്ക് അന്യ നാടുമല്ല. കരൂരിലെ ഈ ദുരന്തം ഇപ്പോൾ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ ദുരന്തം എങ്ങനെ സംഭവിച്ചു എന്ന് ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ആരാണ് ഉത്തരവാദി എന്ന ചോദ്യങ്ങൾ കേൾക്കുന്നു. ഗൂഢാലോചനയുണ്ട് എന്ന പ്രതിരോധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് നമുക്കിതിനെ ശാസ്ത്രീയമായി ഈ അപകടത്തെ ഇപ്പോൾ വിശദീകരിക്കാനാകുക? ഒന്ന്, അവിടെ മരണപ്പെട്ടവരുടെ കുടുംബങ്ങളോട് നമ്മൾ എല്ലാവരുടെയും ഐക്യദാർഢ്യം അറിയിക്കുന്നു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും വിഷമവും സങ്കടവും അവരോടൊപ്പമുണ്ട് എന്ന് അറിയിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണേണ്ടുന്നത് ഇതിൽ ആരാണ് കുറ്റക്കാരൻ, എന്താണ് അവിടെ സംഭവിച്ചത്, ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ പഠനങ്ങളും അവിടുത്തെ ജുഡീഷ്യൽ സംവിധാനങ്ങളുടെ പരിശോധനയും ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾക്കൊക്കെ ആധികാരികമായി എന്തെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുക. എന്താണെങ്കിലും നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാകേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അവിടെ നിന്ന് തന്നെ തുടങ്ങാം. നമ്മൾ ഓർക്കേണ്ടുന്നത്, തയ്യാറെടുപ്പുകൾക്ക് കുറച്ച് ചിലവ് വരും, പക്ഷെ തയ്യാറെടുത്തില്ലെങ്കിൽ അതിൻ്റെ ചിലവ് ഇതിനേക്കാൾ ഭീകരമായിരിക്കും. അതിൻ്റെ നേർ അനുഭവമാണിത്. ടു പ്രിപ്പയർ ഈസ് കോസ്റ്റ്ലി, ബട്ട് ഇഫ് യു ഡോണ്ട് പ്രിപ്പയർ ഇറ്റ് ഈസ് ഈവൻ കോസ്റ്റ്ലിയർ. അതുകൊണ്ട് തന്നെ ഇത്തരം ഇവൻറ്റുകൾ, ഇത്തരം ആഘോഷ പരിപാടികൾ അല്ലെങ്കിൽ ഇത്തരം രാഷ്ട്രീയ വേദികൾ എല്ലായിടത്തും തന്നെ അവിടെ വരുന്ന ആളുകൾ എങ്ങനെ വരുന്നു, എവിടുന്ന് വരുന്നു, എന്ത് രീതിയിൽ അവർ ഒത്തുചേരുന്നു എന്നത് നിയന്ത്രിക്കാൻ ശേഷിയുള്ള ആളുകൾ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾക്ക് ഒരു സ്ഥലത്തും മോബ് മാനിയയും മോബ് സൈക്കോളജിയും വളരാത്ത രീതിയിൽ വേണം ഇത്തരം ഇവൻറ്റുകൾ കൈകാര്യം ചെയ്യാൻ. അതൊക്കെ നമ്മൾക്ക് കാലങ്ങളായി ഇന്ത്യയിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. 2017 കേരളത്തിൽ നമ്മൾ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ചേർന്ന് വളരെ വിപുലമായ ഒരു ചിന്ത തന്നെ ദേശീയ തലത്തിൽ നടത്തിയിരുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ ക്രൗഡ് മാനേജ്മെൻറ്റിൻ്റെ രീതിശാസ്ത്രം എന്തായിരിക്കണം എന്ന മാർഗരേഖ തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് പൊതുസമൂഹത്തിന് ലഭ്യമാണ്. പലപ്പോഴും ഇത്തരം ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നവർ അത്തരം കാര്യങ്ങൾ തമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ആ തമസ്കരണത്തിൻ്റെ ഒരു വലിയ വിലയാണ്, മനുഷ്യ ജീവൻ കൊടുത്തുള്ള വലിയ വിലയാണ് നമ്മൾ കാണുന്നത്. യെസ്, ഞാൻ ഒരു മിനിറ്റ് അതിൽ നിന്ന് എടുക്കുകയാണ്. അതിൽ വലിയ വശങ്ങളിലേക്ക് പോകേണ്ടതുണ്ടെന്നൊക്കെ എനിക്കറിയാം. നമുക്ക് ആ വശങ്ങളിലേക്കൊക്കെ വരാം.